ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിതാ ഇവിടെ സുഖമാണ്. എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് തോറ്റു അല്ലേ? എപ്പോഴെപ്പോഴും ഇങ്ങനെ അത് എൻ്റെ ഇവിടെ വരുന്ന മീൻകാരൻ ചേട്ടന്മാർ എന്താ ചെയ്യുക, ഈ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വാങ്ങണതുകൊണ്ടാണ് അവർ വേഗം ഉണ്ടെങ്കിൽ കൊണ്ടു തരണത് കേട്ടോ. ഈ ഞണ്ട്, കണവ, കൂന്തൽ അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് എപ്പോഴും വാങ്ങണതല്ല, അന്ന് വാങ്ങിയ ഞണ്ടല്ല, ഇത് പാൽ ഞണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഇതേ എടുക്കുമ്പോൾ രാവിലെ വാങ്ങി കുറച്ച് നേരത്തെ വാങ്ങിയതാണ്. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇളകുമ്പോൾ ഒരു പേടി, ജീവനുണ്ടോ, കയ്യിൽ കടിക്കുമോ, മറ്റേ ഇങ്ങനെ കയ്യിൽ ഇറുക്കുമോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഏടനില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ഞണ്ടിൻ്റെ അത്ര ബലവുമില്ല, പാൽ ഞണ്ടായതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ ചുറ്റും നോക്കണം, എങ്ങനെ ഇത് കുത്തി തുറക്കാമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ അധികം വേസ്റ്റ് ഒന്നുമില്ല. അന്നത്തെ ഞണ്ടിൻ്റെ അത്ര മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു കുഞ്ഞു ഞണ്ട്, ഒരുപാട് വലുതുമല്ല, കുഞ്ഞു ഞണ്ടാണ്, പാൽ ഞണ്ടാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര അന്ന് വലുതായിരുന്നു, ഇന്ന് അത്ര വലിപ്പമൊന്നുമില്ല. ഇതേ കണ്ടോ, ഇതിങ്ങനെ ഇളകും പോലെ തോന്നുക, ജീവനുണ്ടോ ഇല്ലേ, ഇത് എന്താണെന്നറിയില്ല. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞണ്ട്. അധികം ഞണ്ടിൻ്റെ കാലുകളൊന്നും എടുക്കാനില്ല. ആ ഫസ്റ്റ് കാണുന്ന കാല് മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു. അധികമൊന്നും ഇല്ലേ, അത് കുറച്ചും കൂടെ അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്താൽ കാര്യമുള്ളൂ. അപ്പോൾ ദേ ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് മഴയും ഇടിയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതാണല്ലോ പരിപാടി. നല്ല ഇടയ്ക്ക് മഴ വരുന്നുണ്ട്, ഇടയ്ക്ക് കേട്ടോ മഴയും ഇടിയൊക്കെ ആയിട്ട് നല്ല മഴയുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റും പുല്ലുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങി ഈ മഴ കൊണ്ടിട്ടേ. അതിപ്പം വൃത്തിയാക്കൽ എൻ്റെ ഡ്യൂട്ടിയാണല്ലോ. ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പുല്ലൊക്കെ പറിക്കാറുണ്ട്. പറിച്ച് അവിടെ നിന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായി കിടക്കും. നല്ല ചെടിയാണെങ്കിലൊന്നും പറിക്കില്ല, അല്ലാത്ത മറ്റേ ചിലപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടേ തക്കാളിയും പയറും അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊന്നും പറിക്കണില്ല, അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ ആവശ്യമില്ലാത്ത പുല്ലുകളൊക്കെ പറിച്ച് കളയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പുല്ല് പറിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. കുഞ്ഞ് കൈക്കോട്ടുണ്ട്, എന്നാലും എനിക്ക് ഈ കൈ കൊണ്ട് പറിച്ച് കളഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ചെത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവിടെയൊക്കെ ഞാൻ പറിച്ചിട്ട് തന്നെ കളഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടട്ടെ. വീട് എപ്പോഴും വൃത്തിയായിരിക്കണമല്ലോ. ഇല്ലെങ്കിൽ അടിച്ചു വാരിയില്ലെങ്കിൽ അത് വേറെ അറിയുമല്ലോ. അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ ദിവസവും തന്നെ അടിച്ചു വാരുന്നുണ്ട്. ഇപ്പോഴൊക്കെ വൈകുന്നേരം ഈ ബാക്ക് സൈഡും വൈകുന്നേരമൊക്കെ അടിച്ചു വാരുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ 2 ദിവസത്തിലേ അടിച്ചു വരുള്ളൂ, ബാക്കിൽ മാത്രം. ഇപ്പം പിന്നെ ബാക്കിലും നിറച്ചും ഈ പുല്ലുകളും ചപ്പ് ചവറുകളൊക്കെ നിറയെ വീഴുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അടിച്ചു വാരിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ വൈകുന്നേരം എപ്പോഴും ഇവിടെയും അടിച്ചു വാരി ആ പുല്ലൊക്കെ, വൈകുന്നേരം ആകുമ്പോൾ വെയിൽ കുറവായിരിക്കും. മഴയില്ലാത്ത സമയമൊക്കെ വെയിൽ കുറവാകുമ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട്. എല്ലാം ഒന്ന് അടിച്ചു കൂട്ടി കത്തിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പച്ചയാണ് പുല്ലൊക്കെ, ഇതൊന്ന് ഉണങ്ങിയിട്ട് കത്തിക്കാം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുറച്ച് നേരം ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് നിന്നതല്ലേ, അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ അടിച്ചു വരാൻ വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഞണ്ടിൻ്റെ കറി വയ്ക്കാൻ. പിന്നെ ദേ ചുണ്ടങ്ങ എന്നാണ് ഞങ്ങൾ പറയുക, ഇങ്ങനെ വത്തക്കുഴമ്പിൻ്റെ ആ ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നിതാ മൂത്ത് വരുന്നുണ്ട്. പൂവൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ നല്ല ചൂടുണ്ട്. മഴ ഇടയ്ക്കപ്പോഴെങ്കിലും കിട്ടുന്നുണ്ട് നേരം. അതുകൊണ്ട് പൂവൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവാണ്. പിന്നെ ദേ എൻ്റെ സീതാരങ്ങ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, കുറേ മുതലേ ഞാൻ എൻ്റെ സീതാരങ്ങ ചെടി കാണിച്ചു തരിക പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അതിൽ നിറച്ചും പൂക്കളുണ്ടായിരിക്കുന്നു. ഒരു 1.5 വർഷം ആയിട്ടേ ഉള്ളൂ എൻ്റെ സീതാരങ്ങ ചെടി ഇവിടെ നിർത്തിയിട്ട്. ഞാൻ അത്ര ആയിട്ടേ ഉള്ളൂ. ഈ കുരുവിട്ട് ചെടി തനിയെ വന്നിട്ട് തനിയെ മുളച്ച തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ബാക്കി കുറച്ച് നിൽക്കണതെന്ന്. അപ്പം മഴ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇതേ ഇവിടെ ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് കറിവേപ്പില ചെടിയൊക്കെ ഒന്ന് തഴച്ച് വളരുന്നുണ്ട്.
ഞാൻ എപ്പോഴും അതിനെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ചോറ് വാർത്ത വെള്ളമില്ലേ, ആ കഞ്ഞിവെള്ളം തന്നെയാണ് ഈ കറിവേപ്പില ചെടിക്കും ഈ ചീനിമുളക് അരിമുളക് ചെടിക്കും കാന്താരിയില്ലേ അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ്. അതേ കണ്ടോ, ചുമരിൽ ഡിസൈനൊക്കെ നിറച്ചുണ്ട്. ഞങ്ങൾ ഡിസൈൻ ചെയ്താണ് വിചാരിക്കരുത്, അത് വവ്വാൽ തുപ്പിയതാണ്. അപ്പുറത്തൊരു ചെടിയുണ്ട്, അത് അതിലൊരു കായുണ്ട്, അത്തിക്കായ. അത് കഴിക്കാൻ വന്നിട്ട് അത് തിന്നാൻ വന്നിട്ട് അതിങ്ങനെ തുപ്പിയിട്ട് പോവാണ്. ചുമര് മൊത്തം അതന്നെ. ഇനി മഴ പെയ്ത് നല്ല മഴ തട്ടിയാലേ അതൊക്കെ പോവും അത്. അങ്ങനെ പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ അടുക്കളയ്ക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണ്ടേ, കുറച്ചധികം സവോളയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. ഒന്നും ഗ്രേവി ഇല്ലാതെ നല്ല വറ്റിച്ച് ഈ സവോള നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും കുഞ്ഞാറ്റ വന്നിട്ട് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ഗ്രേവി വേണം പറഞ്ഞപ്പോൾ ഒരിത്തിരി ഗ്രേവി ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ മുട്ട റോസ്റ്റായിട്ട് തന്നെ എടുക്കുന്നത്. മുട്ട റോസ്റ്റ് പോലെ തന്നെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു, കുറച്ച് മുന്നേ വാങ്ങിയതാണ്, ബിരിയാണി അരി. എന്നാൽ പിന്നെ അത് കുറച്ച് ഗീ റൈസാക്കി എടുക്കാം. കുട്ടികൾക്ക് 2 ആൾക്ക് മാത്രം, ഞങ്ങൾക്ക് ചോറുണ്ട്, അപ്പോൾ കുറച്ച് മതിയല്ലോ. എനിക്കിങ്ങനെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ പാനില്ല, പോട്ട്, ഇങ്ങനെ ബിരിയാണി പോട്ട് പോലത്തെ ചെറുതില്ല. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കടായിൽ തന്നെയാണ് കുറച്ച് ബിരിയാണി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഞണ്ടിലേക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുത്തിട്ടാണ് ഞണ്ട് ഇട്ട് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്ത് ഞണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് മാത്രമല്ലേ, വെറുതെ വെച്ചിട്ട് വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട, കളയണ്ട, രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ അവന്മാരെടുക്കില്ല. അപ്പോൾ രാത്രിക്കുള്ളത് മാത്രമായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം കൂടെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്താണെങ്കിലും ഒറ്റയടിക്ക് ഞാൻ വെച്ച് തീർക്കാറില്ല. കഴിക്കാനുള്ളത് മാത്രം വെക്കും, ബാക്കി എടുത്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ ഗീ റൈസും ആയിക്കൊണ്ടിരിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഞണ്ട് റോസ്റ്റും ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പണി കഴിഞ്ഞു. വേവാനായി. ഗീ റൈസ് ദമ്മിനിട്ടിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റിൻ്റെയും പണി കുറച്ച് ഗ്രേവി കുഞ്ഞ് വേണം പറഞ്ഞപ്പോൾ മാത്രം ഇട്ടതാണ്, ഇല്ലെങ്കിൽ ഞാൻ ഗ്രേവി വെക്കില്ല. നല്ലോണം ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞണ്ട് റോസ്റ്റും ഗീ റൈസും, ഈ കോമ്പിനേഷൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഞണ്ടിൻ്റെ റോസ്റ്റ്. പിന്നെ കുട്ടികൾക്ക് 2 ആൾക്കും കഴിക്കാൻ കൊടുത്ത് ഞങ്ങൾ പിന്നെ കഴിക്കുള്ളൂ. ഇവന്മാരുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച്. പിന്നെ ഏട്ടൻ കുറച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടമായി ഈ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ, ഏട്ടൻ ചോറ് കുറച്ച് ആക്കിയിട്ട് ഈ ഞണ്ടാണ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അത് കുറച്ച് പണിയാണല്ലോ കഴിക്കാൻ. അപ്പോഴേക്കും നമ്മുടെ ചെറുത് 2 ആളും വന്നിട്ടുണ്ടായിരുന്നു. ചെറുത് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്, ഏറ്റവും ചെറുത്. പക്ഷെ എന്നാലും ഈ ഏട്ടൻ ചെറുതിനെ കണ്ടാൽ അവൻ എന്തെങ്കിലും ഇങ്ങനെ വാരിക്കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ തല്ലുണ്ടാക്കും, ഇവന്മാർക്കൊന്നും വാരിക്കൊടുത്തിട്ടില്ല എന്ന് പറയും. ചെറുതിന് ഏട്ടൻ എന്ത് കിട്ടിയാലും ഇങ്ങനെ വാരിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ ആ ഞണ്ടിനെ കൊണ്ടുവന്ന് അതിൻ്റെ മുള്ളും ഒന്നും ഇല്ലാതെ ഫ്ലഷ് മാത്രം എടുത്ത് ചെറുതിനെ കൊടുക്കണം. അവന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുത്തിയപ്പോൾ അവന് ഇവരെ പോലെ ചെയറിലിരിക്കണം എന്ന്. എന്നിട്ട് ഏട്ടൻ താഴെ ചെയറിലിരുത്തിയിട്ട് ഏട്ടൻ കുറച്ചും കൂടെ എടുക്കാൻ പോയതാണ്. കുട്ടിക്ക് ഇതുപോലെ പ്ലേറ്റിൽ വേണം പറഞ്ഞാൽ എടുക്കാൻ പോയി. ഏട്ടൻ തന്നെ ചെറുതിനെ നോക്കിക്കോളും. ആദ്യം വലിയച്ഛനെ പേടിയാണ്, വലിയച്ഛനെ കണ്ടാൽ പോവുമൊന്നുമില്ല കേട്ടോ. വലിയച്ഛൻ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്താൽ. പക്ഷെ വലിയച്ഛയാണെങ്കിൽ വെറുതെ ഇതിനെടുക്കാൻ പോകും. അവൻ അവിടുന്ന് ചോറ് കഴിച്ചിട്ടാണ് വന്നതേ. അപ്പോൾ ഏട്ടൻ ഗീ റൈസ് അല്ലേ പറഞ്ഞ് കൊടുക്കുകയാണ്, അവൻ തുപ്പി. പക്ഷെ ഏട്ടൻ വിടണില്ല, പിന്നെയും ചെറുതിനെ വാരി കൊടുത്തോണ്ടിരിക്കണം. ആ ഫ്ലഷൊക്കെ ഇങ്ങനെ ഈ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നതൊക്കെ നല്ല സാധനമല്ലേ. അപ്പോൾ കുട്ടികൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ചെറുതിനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അവിടെ താഴെ ഒരു വറ്റ് നിൽക്കുന്നുണ്ട്, അതെടുക്കാനുള്ള തിരക്കിലാണ്. എന്നിട്ട് പിന്നെ ഏട്ടൻ തട്ടിക്കളഞ്ഞു, ആ താടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വറ്റേ. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ